തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി. സർക്കാരിന്റെ വിദ്യാഭ്യാസ നയത്തിനെതിരെ തോൽപ്പിച്ചാൽ ഗുണനിലവാരം കൂടുമോ എന്ന ചോദ്യമുയർത്തി ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നടത്തുന്ന ജാഥ ജില്ലയിലെത്തുന്നു. 16, 17, 18 തീയതികളിൽ കണ്ണൂർ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിലൂടെ കടന്നുപോകും. ജാഥയ്ക്ക് 14 മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 28 കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകുമെന്ന് സംഘാടകർ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സ്കൂൾ വിദ്യാഭ്യാസ നിലവാരം പോരാ എന്നൊരു അഭിപ്രായം പല കോണുകളിൽ നിന്നുണ്ടായി വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു പരിഹാരം നല്ല നിലക്ക് ആണ് സംസ്ഥാന ഗവൺമെൻറ് ഒരു പുതിയ ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. അത് 8ാം ക്ലാസ് മുതൽ 8, 9, 10 ക്ലാസ്സുകളിൽ 30% മിനിമം മാർക്ക് നിർബന്ധമാക്കുന്ന ഒരു തീരുമാനമാണ് ആ ഉത്തരവിലൂടെ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് നമ്മൾ ഇതുവരെ പിന്തുടർന്നു പോന്ന വിദ്യാഭ്യാസ സമീപനങ്ങൾക്ക് വിരുദ്ധമാണ്. കുട്ടികൾ തോൽക്കുന്നത് അവരുടെ മാത്രം പ്രശ്നമല്ല, നമ്മളൊക്കെ കാരണക്കാരാണ്. രക്ഷിതാക്കളും നാട്ടുകാരും ഗവൺമെൻറ്റും ഒക്കെ തന്നെ കാരണക്കാരാണ്. സ്കൂളിൽ ക്ലാസ് മുറികളിൽ നടക്കേണ്ട ട്രാൻസാക്ഷൻ വേണ്ട രീതിയിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് അതിന് പ്രധാനപ്പെട്ട കാരണം. മൂല്യനിർണ്ണയത്തിൻ്റെ പ്രശ്നമുണ്ട്. കണ്ടിന്യൂയിങ് നിരന്തരമായിട്ടുള്ള മൂല്യനിർണ്ണയം കേരളത്തിൽ വേണ്ടത്ര വിജയകരമായിട്ട് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊക്കെ അതിൻ്റെ കാരണങ്ങളായിട്ട് നമുക്ക് പറയാം. പക്ഷേ ഇപ്പോൾ ഗവൺമെൻറ് എടുത്തിരിക്കുന്ന ആ തീരുമാനം അത് ഗുണനിലവാരം കൂട്ടാൻ സഹായകമാണോ അല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. അതുകൊണ്ടാണ് ഈ ക്യാമ്പയിൻ്റെ ഒരു മുദ്രാവാക്യം തന്നെ തോൽപ്പിച്ചാൽ നിലവാരം കൂടുമോ എന്ന്. അതിൻ്റെ പശ്ചാത്തലം വിവരിക്കുന്ന ഒരു ലേഖ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എന്ന സന്ദേശമുയർത്തി തോൽപ്പിച്ചാൽ നിലവാരം കൂടുമോ എന്ന ചോദ്യവുമായാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജാഥ നടത്തുന്നത്. സ്വീകരണ കേന്ദ്രങ്ങളിൽ മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുന്നതിനായി ഒപ്പുശേഖരണം, വിദ്യാഭ്യാസ സെമിനാർ, ബാലവേദി, കുട്ടികളുടെ ഗായക സംഘത്തിന്റെ അവതരണം എന്നിവ ജാഥാ കേന്ദ്രങ്ങളിൽ നടക്കും. സംസ്ഥാന പ്രസിഡന്റ് മീരാബായി, സംസ്ഥാന കമ്മിറ്റി അംഗം M. ദിവാകരൻ എന്നിവർ നയിക്കുന്ന 2 ജാഥകളും ഡിസംബർ 10 തിരുവനന്തപുരത്ത് സമാപിക്കും. കണ്ണൂരിൽ 16-ന് 4 മണിക്ക് 1ാം ജാഥയ്ക്ക് പയ്യന്നൂർ ഓണക്കുന്നിലും 2ാം ജാഥയ്ക്ക് 4 മണിക്ക് പിലാത്തറയിലും ജില്ലയിലെ ആദ്യ സ്വീകരണം നൽകും. വാർത്താസമ്മേളനത്തിൽ പരിഷത്ത് കേന്ദ്ര നിർവാഹക സമിതി അംഗം T. ഗംഗാധരൻ, ഭാരവാഹികളായ PT രാജേഷ്, ജ്യോതി കേളോത്ത്, MP സനൽകുമാർ എന്നിവർ പങ്കെടുത്തു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ. തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി. ഗാർഡനിംഗ് രംഗത്ത് 1/4 നൂറ്റാണ്ടിന്റെ പരിചയസമ്പത്ത്. വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം. ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് 100 കണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ. വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ്, ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു. തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി.